പശ്ചിമേഷ്യയിൽ സംഘർഷങ്ങൾ വീണ്ടും മൂർച്ഛിച്ചുകൊണ്ട് ജോർദാനിലെ ഒരു അമേരിക്കൻ സൈനിക താവളത്തിൽ ഇറാൻ അപ്രതീക്ഷിത ആക്രമണം നടത്തിയിരിക്കുന്നു. ദിവസങ്ങളോളം നീണ്ടുനിന്ന ശാന്തതയ്ക്ക് വിരാമമിട്ടുകൊണ്ടുള്ള ഈ നീക്കം ഇറാന്റെ സൈനിക തന്ത്രത്തിലെ സുപ്രധാന മാറ്റമായാണ് വിശകലന വിദഗ്ധരും വിലയിരുത്തുന്നത്. പശ്ചിമേഷ്യയിൽ സംഘർഷങ്ങൾ വീണ്ടും മൂർച്ഛിച്ചതുകൊണ്ട് ജോർദാനിലെ ഒരു അമേരിക്കൻ സൈനിക താവളത്തിൽ ഇറാൻ അപ്രതീക്ഷിതമായ ആക്രമണം നടത്തിയെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. ദിവസങ്ങളോളം നീണ്ടുനിന്ന ശാന്തതയ്ക്ക് വിരാമമിട്ടുകൊണ്ടുള്ള ഈ നീക്കം ഇറാന്റെ സൈനിക തന്ത്രത്തിലെ ഒരു സുപ്രധാന മാറ്റമായാണ് വിശകലന വിദഗ്ധർ വിലയിരുത്തുന്നത്. മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി മറ്റൊരു അമേരിക്കൻ ആക്രമണത്തിനായി കാത്തിരിക്കുന്നതിന് പകരം ഇറാൻ സ്വയം മുൻകൈയെടുത്ത ആക്രമണം അഴിച്ചുവിടുകയാണ് ഉണ്ടാകുന്നത്. ഉപരോധങ്ങളും സാമ്പത്തിക ഒറ്റപ്പെടലും തുടർന്ന സാഹചര്യത്തിൽ വെടിനിർത്തലിന് കാത്തുനിൽക്കാതെ നിയന്ത്രിതവും കുറഞ്ഞ തീവ്രതയുള്ളതുമായ സംഘർഷമാണ് ഇറാൻ ഇപ്പോൾ തിരഞ്ഞെടുക്കുന്നതെന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം. ഈ സംഘർഷം ആഗോള ഊർജ്ജ വിപണികളെയും വലിയ രീതിയിൽ പുനർനിർമ്മിക്കുന്നുണ്ട്. എണ്ണവിലയിലുണ്ടാകുന്ന വർധനവ് റഷ്യ പോലുള്ള രാജ്യങ്ങൾക്ക് ഗുണകരമാകുമ്പോൾ ചൈനയാകട്ടെ ആഗോള ഊർജ്ജ രംഗത്തും നയതന്ത്ര തലത്തിലും തങ്ങളുടെ സ്ഥാനം കൂടുതൽ ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇതിന്റെയൊക്കെ ആൾനാശം വളരെ കൂടുതലാണ്. ഈ പ്രാദേശിക സംഘർഷങ്ങൾക്കിടയിൽ നിരവധി നാവികർ ഉൾപ്പെടെ 16 ഇന്ത്യൻ പൗരന്മാർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത്. അമേരിക്കയും ഇറാഖും തമ്മിലുള്ള നേരിട്ടുള്ള ഏറ്റുമുട്ടലിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നത് ലോകരാഷ്ട്രങ്ങളെ ആകെ ആശങ്കയിൽ ആഴ്ത്തിയിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ ഈ സംഘർഷം കൂടുതൽ രാജ്യങ്ങളിലേക്ക് വ്യാപിപ്പിക്കുമോ എന്ന ആശങ്കയിലാണ് അന്താരാഷ്ട്ര സമൂഹം ഇപ്പോഴുള്ളത്. ആഗോളതലത്തിൽ വലിയ സാമ്പത്തിക പ്രതിസന്ധികൾക്കും സുരക്ഷാ ഭീഷണികൾക്കും വഴിവെച്ചേക്കാവുന്ന ഈ സംഭവ വികാസങ്ങൾ ലോകമേറെ ഗൗരവത്തോടെ തന്നെയാണ് ഉറ്റുനോക്കുന്നത്. ഏതായാലും പശ്ചിമേഷ്യയിൽ സംഘർഷങ്ങൾ വീണ്ടും മൂർച്ഛിപ്പിക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പോഴുള്ളത്. ഗൾഫ് രാജ്യങ്ങളിലെ അമേരിക്കൻ സൈനിക താവളങ്ങൾ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇറാന്റെ ഈ അപ്രതീക്ഷിതമായ മിന്നൽ ആക്രമണങ്ങൾ നടക്കുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.